وما أرسلناك إلا رحمة للعالمين. ാം ചേർന്നിരിക്കാം നബിയെ തരാം കണ്ടിടാം കണ്ണീറേക്കാം ചാരേ വരാം കാത്തിടാം ചേർന്നിരിക്കാം നബിയെ തരാം കണ്ടിടാം കണ്ണീറേക്കാം ചാരേ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മീലാദ് ക്യാമ്പയിനിലാണ് ഞാനും നിങ്ങളും സംബന്ധിച്ചിരിക്കുന്നത്. മൗലിദാഘോഷം, വിമർശനങ്ങളും വസ്തുതകളും എന്ന വിഷയത്തിലാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ, സുന്നികളായ ആളുകൾ, അവർ പാടുന്ന ഒരു വരി, അത് കാലങ്ങളായി ഇവിടെ ഒരു വിഭാഗം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് ആ വരി? ഇർതകബ്തു അലൽ ഖതാ غير حسر وعدد لك أشكو فيه يا سيدي خير النبي ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي. മങ്കൂസ് മൗലിദിലെ ഈ വരി കാലങ്ങളായി ഇവിടെ ഒരു പ്രസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. വഹാബി പ്രസ്ഥാനമാണത് ചർച്ചയാക്കുന്നത്. അവർ പറയുന്നത്, ഈ വരിയിലൂടെ സുന്നികളായ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പാപമോചനം തേടുന്നു, തൗബ ആവശ്യപ്പെടുന്നു, പൊറുക്കലിനെ ആവശ്യപ്പെടുന്നു. അള്ളാഹുവിനോട് മാത്രമേ തൗബ ആവശ്യപ്പെടാവൂ, പൊറുക്കലിനെ ആവശ്യപ്പെടാവൂ, പാപമോചനം തേടാവൂ. അതുകൊണ്ട് ഈ വരി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ആലപിക്കുന്ന ഈ വരി ഷിർക്കിന്റെ പരാമർശമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്, മതത്തിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന പ്രവർത്തനമാണ് എന്ന രീതിയിൽ അവർ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ വസ്തുത? നമുക്കൊന്ന് പരിശോധിക്കാം. അള്ളാഹുവിൻ്റെ റസൂലിനോട് പാപമോചനം തേടുന്നുണ്ടോ ഈ വരിയിൽ? അള്ളാഹുവിൻ്റെ റസൂലിനോട് തൗബ ചെയ്യുന്നുണ്ടോ ഈ വരിയിൽ? അള്ളാഹുവിൻ്റെ റസൂലിനോട് പൊറുക്കാൻ ആവശ്യപ്പെടുന്നുണ്ടോ ഈ വരിയിൽ? വഹാബികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സത്യമാണോ അതോ മിഥ്യയാണോ? കളമാണോ അവർ പറയുന്നത് അതോ നേരാണോ അവർ പറയുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ഈ വരിയുടെ അർത്ഥം? ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ദോഷമെന്ന വാഹനത്തിൽ അറ്റമില്ല കേറി ഞാൻ അങ്ങയോടന്യായമായി സയ്യിദി ഖൈറൻ നബി. എന്താണ് ഈ വരിയുടെ അർത്ഥം? ഇർതകബ്തു അലൽ ഖതാ, ഞാൻ ദോഷം ചെയ്തു. ഗൈറ ഹസ്രിൻ വഅദദ്, അറ്റമില്ലാത്ത ദോഷങ്ങൾ ഞാൻ ചെയ്തു. ലക അഷ്കൂ ഫീഹി, അക്കാര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നു, വേവലാതി പറയുന്നു. എൻ്റെ ദോഷങ്ങളെക്കുറിച്ച് അങ്ങയോട് ഞാൻ പരാതി പറയുന്നു. സയ്യിദി ഖൈറൻ നബി, എൻ്റെ പ്രിയപ്പെട്ട നബിയെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് ആ വരിയുടെ അർത്ഥം. ഇർതകബ്തു അലൽ ഖതാ, ഞാൻ ദോഷം ചെയ്തു. ഗൈറ ഹസ്രിൻ വഅദദ്, ഒരുപാട് കയ്യും കണക്കുമില്ലാത്ത ദോഷങ്ങൾ ഞാൻ ചെയ്തു. ലക അഷ്കു, അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയോട് ഞാൻ പരാതി പറയും. ഫീഹി, ആ കാര്യത്തിൽ. സയ്യിദി ഖൈറൻ നബി, എൻ്റെ നേതാവായ പുണ്യ നബിയെ അങ്ങയോട് ഞാൻ പരാതി പറയും. ഇതാണ് മൗലിദിൽ സുന്നികൾ ആലപിക്കുന്ന വരി. അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയോട് ഞാൻ തൗബ ആവശ്യപ്പെടുന്നു, ഈ വരിയിലുണ്ടോ? ഇല്ല.
അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയോട് ഞാൻ പൊറുക്കാൻ ആവശ്യപ്പെടുന്നു, ഈ വരിയിലുണ്ടോ? ഇല്ല. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയോട് ഞാൻ പാപമോചനം തേടുന്നു, ഈ വരിയിലുണ്ടോ? ഇല്ല. പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിനോട് തൗബ ചെയ്യുന്നു, പൊറുക്കാൻ ആവശ്യപ്പെടുന്നു, പാപമോചനം തേടുന്നു, ഈ വരിയിലൂടെ അതുകൊണ്ട് സുന്നികൾ ചെയ്യുന്ന, സുന്നികൾ ആലപിക്കുന്ന ഈ വരി ഷിർക്കിൻ്റെ പരാമർശമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് എന്തടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട വഹാബികളെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്? കളവല്ലേ നിങ്ങൾ പറയുന്നത്? ഞാൻ മുമ്പത്തെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും വിധത്തിൽ സത്യവിശ്വാസികളെ മുശ്രിക്കാക്കണമെന്ന് വാശിയിലാണ് ഈ വിഭാഗം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് സത്യമാണോ ശരിയാണോ അതൊന്നും അവർക്ക് നോട്ടല്ല. എങ്ങനെയെങ്കിലും രണ്ടാളുകളെ മുസ്ലിമാക്കാൻ പറ്റുമോ എന്നല്ല ചിന്തിക്കുന്നത്, എങ്ങനെയൊക്കെ മുശ്രിക്കാക്കാം. തീർത്തും ഇസ്ലാമികമായ വാക്പ്രയോഗങ്ങളുടെ പേരിൽ സുന്നികളെ മുശ്രിക്കാക്കാൻ ശ്രമിക്കുന്നവരാണിവർ. പരിശുദ്ധ ഇസ്ലാം അംഗീകരിച്ച, പരിശുദ്ധ ദീൻ അംഗീകരിച്ച, പടച്ച തമ്പുരാനും പരിശുദ്ധ നബിയും അംഗീകരിച്ച കാര്യങ്ങൾ അനുവർത്തിക്കുന്ന സുന്നികളെ മുശ്രിക്കാക്കാൻ ശ്രമിക്കുന്നവരാണിവർ. നമ്മൾ മുമ്പ് പറഞ്ഞു, സംസാരിച്ചു, തെളിവുകൾ സഹിതം അത് സമർത്ഥിക്കുകയുണ്ടായി. അതേ രീതിയാണ് ഈ വിഷയത്തിലും ഇവർ സ്വീകരിച്ചിരിക്കുന്നത്, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂലിനോട് പാപമോചനം തേടുക, ഈ വരിയിലില്ല. പൊറുക്കലിനെ തേടുക, ഈ വരിയിലില്ല. തൗബ ആവശ്യപ്പെടുക, ഈ വരിയിലില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് വഹാബികളെ ഈ ഒരു വരിയുടെ പേരിൽ സുന്നികളെ മുശ്രിക്കാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? ഇവര് ഭയങ്കര വയലാണ്. തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. പടച്ച റബ്ബ് പറഞ്ഞത്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യണമെന്നാണ്, നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യണമെന്നാണ്. ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിനോട് പാപമോചനം തേടണം, അള്ളാഹുവിനോട് തൗബ ചെയ്യണം. എന്നിട്ട് സുന്നികളോ ഈ വരിയിലൂടെ പരിശുദ്ധ നബിയോട് പാപമോചനം തേടുകയാണ്, തൗബ ആവശ്യപ്പെടുകയാണ്. ഇത് ശിർക്കാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്, തൗഹീദിനെതിരാണ്. ഇതാണ് ഇവരുടെ പ്രസംഗം. വല്ല സത്യവും ആ വാക്കിലുണ്ടോ? വല്ല സത്യവും ഇവരുടെ ഈ വിമർശനത്തിലുണ്ടോ? ഈ വരിയിലെ ഏതെങ്കിലും ഒരു വാക്കിന് അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ അങ്ങയോട് പാപമോചനം ആവശ്യപ്പെടുന്നു ഉണ്ടോ? ഏതെങ്കിലും ഒരു വാക്കിന് അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയോട് ഞാൻ തൗബ ആവശ്യപ്പെടുന്നു ഉണ്ടോ ഈ വരിയിൽ? ഒരിക്കലും ഇല്ലല്ലോ. തീർത്തും കളവ് പറഞ്ഞിട്ട് സത്യവിശ്വാസികളെ മുശ്രിക്കാക്കാൻ നോക്കുക. ഇതാണ് വഹാബികൾ ചെയ്യുന്നത്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ഒരു വാചകം ഇപ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്. എന്താണ്? യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കസ്സാബൂന യഅതൂനകും മിനൽ അഹാദീസി മാ ലം തസ്മഉ അൻതും വലാ ആബാഉ. അവസാന കാലത്ത് ചില കള്ളന്മാർ വരാനുണ്ട്, ചില ദജ്ജാലന്മാർ വരാനുണ്ട്. അവരുടെ സ്വഭാവം എന്താ? നിങ്ങളോ നിങ്ങളുടെ മുൻഗാമികളോ കേട്ടിട്ടില്ലാത്ത വാദങ്ങളുമായി അവർ കടന്നു വരും. ഈ വരിയിൽ ഇർതകബ്തു അലൽ ഖതാ എന്ന വരിയിൽ എവിടെയെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിനോട് പാപമോചനം തേടുന്നു എന്നുണ്ടോ? തൗബ ആവശ്യപ്പെടുന്നു എന്നുണ്ടോ? ഇല്ല. കളവ് പറയുക, കളവ് പറഞ്ഞിട്ട് സത്യവിശ്വാസികളെ മുശ്രിക്കാക്കാൻ നോക്കുക. നിൽക്കട്ടെ, ഈ വരിയിൽ വഹാബികൾ പറഞ്ഞത് പ്രകാരം, അവർ പ്രചരിപ്പിക്കുന്നത് പ്രകാരം പാപമോചനം തേടുക, തൗബ ആവശ്യപ്പെടുക എന്ന് തന്നെ ഉണ്ട് എന്ന് വെക്കുക. എങ്കിൽ ഈ വരി പാരായണം ചെയ്തവൻ മുശ്രിക്കാകുമോ? നിങ്ങളൊന്ന് ചിന്തിക്ക്. പരിശുദ്ധ ഇസ്ലാം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? പരിശുദ്ധ ദീൻ അവിഷയകമായി എന്ത് സംസാരിക്കുന്നു? നമുക്കൊന്ന് ചിന്തിക്കണം. വഹാബികളുടെ വാക്കോ, വഹാബികളുടെ പ്രസംഗമോ, വഹാബികളുടെ എഴുത്തോ, വഹാബികളുടെ ലഘുലേഖകളോ അല്ലല്ലോ ഇസ്ലാമിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് അള്ളാഹുവും അവൻ്റെ റസൂലുമാണെന്ന് ഇവർ തന്നെ എത്രയോ തവണ പ്രസംഗിക്കുകയും പാടുകയും ചെയ്തതല്ലേ. എന്നിട്ട് അതിനൊക്കെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് അവരുടെ തലച്ചോറിൽ തോന്നിയ ആശയങ്ങളുടെ പേരിൽ സത്യവിശ്വാസികളെ മുശ്രിക്കാക്കുന്ന ഈ ഏർപ്പാട് എത്രമാത്രം ലജ്ജാവഹമാണെന്ന് അവനവനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഇത്രയും എനിക്കിപ്പോൾ പറയാനുള്ളൂ, അല്ലേ? ഇനി ഇർതകബ്തു അലൽ ഖതാ എന്ന വരിക്ക് അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഒരുപാട് പാപം ചെയ്തു, അങ്ങയോട് ഞാൻ തൗബ ആവശ്യപ്പെടുന്നു,
പാപമോചനം ആവശ്യപ്പെടുന്നു എന്ന് തന്നെയാണ് അർത്ഥമെന്ന് വെക്കുക. മുജാഹിദുകൾ പറയുന്നത് പോലെ പാപമോചനം തേടിയെന്നോ തൗബ ആവശ്യപ്പെട്ടോ എന്ന് തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ വരിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇസ്ലാമിക വിരുദ്ധമാകുമോ? ഷിർക്കാകുമോ? എന്താണ് ദീൻ അതിനെക്കുറിച്ച് പറയാനുള്ളത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് 2105 നമ്പർ ഹദീസ്. ആ ഹദീസിൽ ഇമാം ബുഖാരി സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ മഹദിയുടെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. എന്താണത്? അല്ലാഹുവിൻ്റെ റസൂൽ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അവിടെ ചിത്രപ്പണികളുള്ള ഒരു വസ്ത്രം കാണുകയാണ്, ഒരു വിരിപ്പ് കാണുകയാണ്. പരിശുദ്ധ ഹബീബിന്റെ മുഖം ചുവന്നു. അവിടത്തേക്ക് ദേഷ്യം പിടിച്ചു. ഇത് കണ്ട സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പരിശുദ്ധ നബിയോട് പറയുകയാണ്. എന്താ പറയുന്നത്? അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി. അല്ലാഹുവിൻ്റെ റസൂലേ, ഞാനിതാ തൗബ ചെയ്യുന്നു, ഞാനിതാ പാപമോചനം തേടുന്നു. ഇലല്ലാഹി, അല്ലാഹുവിനോട് ഞാൻ പാപമോചനം തേടുന്നു, അല്ലാഹുവിലേക്ക് ഞാൻ തൗബ ചെയ്യുന്നു. വ ഇലാ റസൂലിഹി, അവിടുത്തെ റസൂലിനോടും ഞാൻ തൗബ ആവശ്യപ്പെടുന്നു. അതൂബു ഇലല്ലാഹി, അല്ലാഹുവിനോട് ഞാൻ തൗബ ആവശ്യപ്പെടുന്നു, പാപമോചനം ആവശ്യപ്പെടുന്നു. അവിടെ മാത്രം അവസാനിപ്പിച്ചോ? ഇല്ല. വ ഇലാ റസൂലിഹി, അല്ലാഹുവിൻ്റെ റസൂലിനോടും ഞാൻ തൗബ ആവശ്യപ്പെടുകയാണ്, പാപമോചനം ആവശ്യപ്പെടുകയാണ്. സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്താ പറയുന്നത്? അതൂബു, ഞാൻ തൗബ ചെയ്യുന്നു. ഏത് തൗബ? തൂബു ഇലല്ലാഹി തൗബതൻ നസുഅ. വിശുദ്ധ ഖുർആൻ. അല്ലയോ സജ്ജനങ്ങളെ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനോടാണ് തൗബ ചെയ്യേണ്ടത്. അല്ലേ? മുജാഹിദ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവിടെ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പരിശുദ്ധ നബിയുടെ മുന്നിൽ വന്നിട്ട് പറയണം, തൂബു ഇലല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ തൗബ ചെയ്യുന്നു. അവിടെ അവസാനിപ്പിച്ചോ? ഇല്ല. വ ഇലാ റസൂലിഹി, അല്ലാഹുവിൻ്റെ റസൂലിനോടും ഞാൻ തൗബ ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയണം? എന്ത് പറയണം? നിങ്ങളൊന്ന് ചിന്തിക്കുക. ഒരു വഹാബി കാഴ്ചപ്പാടുള്ള ആളായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലെങ്കിൽ എന്ത് പറയണം? അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലി. ആയിഷ ബീവി ഇങ്ങനെ വന്നിട്ട് പറയണം, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയോട് ഞാൻ തൗബ ആവശ്യപ്പെടുന്നു. എന്ത് പറയണം അള്ളാഹുവിൻ്റെ റസൂലെ? ആയിഷ, നിനക്ക് ഞാൻ ദീന് പഠിപ്പിച്ചിട്ടില്ല ആയിഷ? ഇതാണോ നീ മനസ്സിലാക്കിയത്? അള്ളാഹുവിനോടല്ലേ തൗബ ചെയ്യേണ്ടത്? എന്നോടെന്തിനാ തൗബ ചെയ്യുന്നത്? നിനക്ക് തൗഹീദ് മനസ്സിലായിട്ടില്ലേ? നിനക്ക് ദീൻ തിരിഞ്ഞിട്ടില്ലേ എന്നല്ലേ അള്ളാഹുവിൻ്റെ റസൂല് പറയേണ്ടിയിരുന്നത്? അത് പറഞ്ഞോ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അത് അംഗീകരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ചെയ്തത്. എന്തേ വഹാബി പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ആയിഷ ബീവി ഷിർക്ക് ചെയ്തു പോയോ? ഇത് കേട്ട് അംഗീകരിച്ച അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കിന് പിന്തുണ കൽപ്പിച്ചോ? വഹാബികളുടെ ദീൻ അനുസരിച്ചല്ല അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ദീൻ എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. ആ സ്ഥാനത്തിൽ വഹാബി ആയിരുന്നെങ്കിൽ എന്തായിരിക്കും പറയാൻ? ആയിഷ, വല്ലാത്ത അപകടാട്ടോ, അള്ളാഹുവിനോട് മാത്രമല്ലേ തൗബ ചെയ്യാൻ പാടുള്ളൂ, നീ എന്നോടും കൂടെ തൗബ ചെയ്തു, അതുകൊണ്ട് നീ ഷിർക്കിലാണ്, നീ നരകത്തിലേക്കുള്ള പാതയിലാണ്, കേരളത്തിലെ സുന്നികളെ പോലെയാണ്, എത്രയും പെട്ടെന്ന് നീ ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം എന്നായിരിക്കും വഹാബി ആയിരുന്നെങ്കിൽ പറയാം. അള്ളാഹിൻ്റെ റസൂൽ വഹാബിയല്ല, ആയിഷ ബീവിയും വഹാബിയല്ല, സഹാബികളൊന്നും വഹാബികളല്ല. അതുകൊണ്ട് തന്നെ അവർക്കറിയാം അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് ഒരു മനുഷ്യനും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല, ഷിർക്ക് ചെയ്യുന്നില്ല, ഇസ്ലാം വിരുദ്ധരാകുന്നില്ല എന്ന് ഏവർക്കും അറിയാം. അതൊക്കെ ഇസ്ലാം വിരുദ്ധമാണെന്ന് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ അടുത്തിരിക്കുന്നത് എന്ന് കേവല ബുദ്ധിയുള്ള ആർക്കും തിരിച്ചറിയും. അല്ലേ? ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ നേർക്ക് ഷിർക്കാരോപണം നടത്തിയാൽ ആ ഷിർക്കാരോപണം എവിടേക്ക് മടങ്ങും? നിങ്ങൾ ചിന്തിക്കണ്ടേ? വെറുതെ സ്റ്റേജ് കിട്ടുമ്പോഴേക്ക്, മൈക്ക് കിട്ടുമ്പോഴേക്ക് എന്തെങ്കിലും വിടുവായുത്തം പറഞ്ഞിട്ട് സത്യവിശ്വാസികളെ ഷിർക്കിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണ്ടേ ഇതൊക്കെ മടങ്ങി വരുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് എന്ന്?
അത്തൂബു ഇലല്ലാഹി വ ഇലാ റസൂലി, അള്ളാഹുവിൻ്റെ റസൂലേ അങ്ങയോട് ഞാൻ തൗബ ചെയ്യുന്നു. അല്ലേ? പരിശുദ്ധ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൗബ ആവശ്യപ്പെടൽ, പാപമോചനം ആവശ്യപ്പെടൽ അത് ഷിർക്കായിരുന്നുവെങ്കിൽ മഹദിയായ ആയിഷ ബീവി ഷിർക്ക് ചെയ്തവരാകില്ലേ? അത് അംഗീകരിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ഷിർക്കിന് പ്രോത്സാഹനം നൽകിയവരാകില്ലേ? ഇതൊരൊറ്റപ്പെട്ട സംഭവം മാത്രമല്ല. മറ്റൊരു സംഭവം കേൾക്കണോ നിങ്ങൾക്ക്? മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്ത് പിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സേവകനെ മുഅ്മിനീങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞയച്ച ആ സകാത്ത് പിരിക്കുന്നയാള് ഒരു സഹാബിയുടെ സാന്നിധ്യത്തിൽ ചെന്നു. അദ്ദേഹത്തോട് സകാത്ത് ആവശ്യപ്പെട്ടു. ന്യൂനതയുള്ള ഒരു മൃഗത്തെ അദ്ദേഹം സകാത്തായിട്ട് കൊടുക്കുകയാണ്. പരിശുദ്ധ ഹബീബിൻ്റെ സാന്നിധ്യത്തിലേക്ക് ആ മൃഗത്തെയും കൊണ്ട് ആ സകാത്ത് പിരിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മനുഷ്യൻ തിരിച്ചെത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഇത് കാണുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് അവിടെ വെച്ചൊരു പ്രാർത്ഥന നടത്തുകയാണ്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ലാ തുബാരിക് ഫീഹി വലാ ഫീ ഇബ്ലിഹി. പരിശുദ്ധ ഹബീബ് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തുബാരിക് ഫീഹി, അല്ലാഹുവേ നീ അദ്ദേഹത്തിന് ബറക്കത്ത് കൊടുക്കല്ല, വലാ ഫീ ഇബ്ലിഹി, അദ്ദേഹത്തിൻ്റെ ഒട്ടകക്കൂട്ടങ്ങളിലും പരിശുദ്ധനായ നാഥ നീ ബറക്കത്ത് കൊടുക്കല്ലേ. ആരാ പ്രാർത്ഥിക്കുന്നത്? ലോക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. സക്കാത്ത് പിരിക്കാൻ ആളെ പറഞ്ഞയച്ചപ്പോൾ ബലഹീനമായ മെലിഞ്ഞ ഒരൊട്ടകത്തെ കൊടുത്തയക്കുകയാണ്, ന്യൂനതയുള്ള ഒരൊട്ടകത്തെ കൊടുത്തയക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിനെതിരെ പ്രാർത്ഥന നടത്തി. ആ സഹാബിയുടെ കാതിൽ ഈ വിവരമെത്തി. തൻ്റെ ഹബീബ് തനിക്കെതിരെ പ്രാർത്ഥിച്ചിരിക്കുന്നു. തൻ്റെ പ്രവർത്തനം അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടപ്പെട്ടില്ല, പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തൗബ ചെയ്തേ മതിയാവും. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ വന്നുകൊണ്ട് വളരെ നല്ല ഒരു മൃഗത്തെ കാഴ്ചവെക്കുകയാണ്. വളരെ സൗന്ദര്യമുള്ള നല്ലൊരു മൃഗം. ഇത് അള്ളാഹുവിൻ്റെ റസൂല് സകാത്തായി സ്വീകരിച്ചാലും ഇത് പറഞ്ഞുകൊണ്ട് ആ സഹാബി വര്യൻ പരിശുദ്ധ നബിയോട് പറയുകയാണ്, അതൂബു ഇലല്ലാഹി വ ഇലാ നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൂബു ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു. അവിടെ നിർത്തിയോ ആ സഹാബി വര്യൻ? ഇല്ല. വ ഇലാ നബിയിഹി, അള്ളാഹുവിൻ്റെ നബിയെ അങ്ങയിലേക്കും ഞാൻ തൗബ ചെയ്യുന്നു. ആയിഷ ബീവി പറഞ്ഞു, അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി. ഇവിടെ ഈ സഹാബി വര്യൻ പറയുകയാണ്, അതൂബു ഇലല്ലാഹി വ ഇലാ നബിയിഹി, അള്ളാഹുവേ നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്യുന്നു, ഹബീബായ നബി തിരുമേനിയിലേക്കും ഞാൻ ഇതാ തൗബ ചെയ്ത് മടങ്ങുന്നു. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ടാവും? എന്ത് ചെയ്തിട്ടുണ്ടാവും? അല്ല സഹാബി, അല്ല മനുഷ്യ, നീ എന്തായി ചെയ്തത്? നീ സകാത്തോ മോശമായ ഒരു മൃഗത്തെ കൊടുത്തയച്ചു. ഇപ്പൊ ദീന് തന്നെ നീ നഷ്ടത്തിലാക്കിയോ? നീ എന്നോട് തൗബ ചെയ്യുകയോ? അള്ളാഹുവിനോടല്ലേ തൗബ ചെയ്യേണ്ടത്? അള്ളാഹുവിലേക്കല്ലേ തൗബ ആവശ്യപ്പെടേണ്ടത്? എന്നോട് തൗബ ചെയ്യുകയോ? ഞാനെന്താ പടച്ചോനാ? നിനക്ക് ദീൻ തിരിഞ്ഞിട്ടില്ലേ? നീ മുജാഹിദിന്റെ ദീൻ പഠിച്ചിട്ടില്ലേ എന്നാണോ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്? അല്ല. തൻ്റെ മുമ്പിൽ വന്നിട്ട് അതൂബു ഇലല്ലാഹി വ ഇലാ നബിയിഹി, അള്ളാഹുവിലേക്ക് ഞാൻ തൗബ ചെയ്യുന്നു, അതുപോലെ അവിടുത്തെ നബിയിലേക്കും ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തുകയാണ്. അല്ലാഹുമ്മ ബാരിക് ഫീഹി വ ഫീ ഇബ്നിഹി, അള്ളാഹുവേ അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യണേ, അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിലും നീ ബറക്കത്ത് ചെയ്യണേ. അല്ലേ? ഇതാണ് പരിശുദ്ധ ഹബീബിൻ്റെ മാതൃക. നിങ്ങളൊന്ന് നോക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹുവിൻ്റെ റസൂലിനോട് തൗബ ആവശ്യപ്പെടൽ, പാപമോചനം ആവശ്യപ്പെടൽ, അത് ഷിർക്കാണെങ്കിൽ, അത് ഇസ്ലാമിക വിരുദ്ധമാണെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ പോലെയുള്ള ഉന്നതരായ സഹാബിമാർ അള്ളാഹുവിൻ്റെ റസൂലിനോട് തൗബ ആവശ്യപ്പെടുകയാണ്. ഹബീബ് അത് അംഗീകരിക്കുകയാണ്. അവർക്ക് വേണ്ടി, നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാതൃക സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹാബിയുടെ മതം എന്ത് പറയുന്നു? വഹാബിസം എന്ത് പറയുന്നു?
ഇതാ സുന്നികൾ ഇർത്തകബ്തു പാടുന്നു, അള്ളാഹുവിൻ്റെ റസൂലിനോട് പാപമോചനം തേടുന്നു, തൗബ ആവശ്യപ്പെടുന്നു. ഇത് ഷിർക്കിൻ്റെ വരിയാണ്, തള്ളപ്പെടേണ്ട വരിയാണ്. മങ്കൂസ് മൗലിദിൽ മുഴുക്കെ ഷിർക്കാണ്. മങ്കൂസ് മൗലിദ് ഓതുന്നവർ മുഴുക്കെ നരകത്തിലേക്കുള്ള പാതയിലേക്കാണ് എന്നാണോ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്? വഹാബിയുടെ മതമാണോ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച മതം? നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾക്ക് പറ്റിയത്? തൗഹീദിനോടുള്ള താല്പര്യമായിരുന്നു നിങ്ങൾക്ക് എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച തൗഹീദല്ലേ നിങ്ങൾ പറയേണ്ടത്? അവിടെ അള്ളാഹുവിൻ്റെ റസൂലിനോട് തൗബ ആവശ്യപ്പെട്ടത് ഷിർക്കല്ലായിരുന്നു. നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ച തൗഹീദല്ല, പരിശുദ്ധ നബി പഠിപ്പിച്ച തൗഹീദല്ല നിങ്ങൾക്ക് പ്രമാണം. മറ്റേതോ കുബുദ്ധികൾ പകർന്നു നൽകിയ വിഷലിപ്തമായ ആശയങ്ങളാണ് നിങ്ങൾക്ക് ആധാരമെന്ന് നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ സംസാരങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് അല്ലേ? എത്രമാത്രം വലിയ അസത്യം നിങ്ങൾ പറയുന്നു. ഇർതകബ്തു അലൽ ഖതാ എന്ന വരിയിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് തൗബ ആവശ്യപ്പെടുന്നു എന്നുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. ഒരിക്കലും ആ വരിയിൽ ആ അർത്ഥമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് ഷിർക്കിൻ്റെ പരാമർശമല്ല, ഇസ്ലാം അംഗീകരിച്ചതാണ്, അള്ളാഹുവിൻ്റെ റസൂൽ അംഗീകരിച്ചതാണ്. അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്ന സുന്നികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഷിർക്ക് പറയുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ ഷിർക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ സന്ദേശം പകർന്നു കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.